സീമേ, എന്താ മോനേട്ടാ? സീമ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. മീര, അവളുടെ കുഞ്ഞ് പോയി. JP ആയിട്ടുള്ള വഴക്ക്, അതിനിടയിൽ മീരയൊന്ന് വീണു. ആ വീഴ്ചയില സംഭവിച്ചത്. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത സാഹസങ്ങൾ അതല്ലേ അവള് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ അതിന് കൊടുത്ത തിരിച്ചടി അതവളെ ഏറ്റുവാങ്ങിയല്ലേ പറ്റൂ. എന്നാലും അതിന് കാരണമായത് JP ആണെന്ന് ഓർക്കുമ്പോ JP മനഃപൂർവ്വമൊന്നുമല്ലല്ലോ അവളെ തല്ലി താഴെ ഇട്ടത്. ഇനി അഥവാ ആണെങ്കിലും ഒരു തെറ്റുമില്ലെന്നേ ഞാൻ പറയൂ. അവളത് അർഹിക്കുന്നുണ്ട്. JP ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. JPയും അത് തന്നെ പറഞ്ഞ. പക്ഷെ അരുണ അല്ല, അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഇത് സീരിയസ് ആയിട്ട് എടുക്കും. അത് അവളുടെ വിവരക്കേട്. ഇതിൽ വേദനിക്കാൻ ഒന്നുമില്ല, പശ്ചാത്തപിക്കാനും. ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പോഴും എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? അപമൃത്യു അല്ലേ സംഭവിച്ചിരിക്കുന്നേ, അതും നിന്റെ കൈകൊണ്ട്. മനഃപൂർവ്വമാണോ? മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഗർഭം കലങ്ങില്ലേ. ഭ്രൂണഹത്യ ബ്രഹ്മഹത്യ എന്ന പാപം കിട്ടും. 7 ജന്മം തീർത്താലും തീരാത്ത പാപം. വെറുതെ ശാസ്ത്രവും പറഞ്ഞോണ്ട് വരില്ലേ? എന്നാലും അവളിതെങ്ങനെ സഹിക്കും? അവളുടെ പ്രവൃത്തി ദോഷം. എടി, നിന്നെ പിടിച്ച് ബന്ദിയാക്കിയോളൂ അവള്. അതിന് ദൈവം കൊടുത്ത ശിക്ഷ ഇപ്പൊ നടന്ന ഈ അപകടം. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോ JP പറഞ്ഞത് ശരിയാ മോളെ. ഗർഭിണികൾ ആളുകളെ ബന്ദികളാക്കാൻ പാടില്ല, അതും പാലുകൂടി മാറാത്ത കുഞ്ഞിന്റെ അമ്മയെ. പക്ഷെ JP, ദോഷമില്ലാതിരിക്കാൻ നമ്മളായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. നിനക്കൊരു കുഞ്ഞുള്ളതാ JP. ദോഷമില്ലാതിരിക്കാൻ നമ്മളായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. നിനക്കൊരു കുഞ്ഞുള്ളതാ. മീരയുടെ കുഞ്ഞിന്റെ ശാപം നിന്റെ കുഞ്ഞിന് കിട്ടരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗംഗയിൽ പോയി മുങ്ങണം, അതിനും തയ്യാർ. അതൊന്നും വേണ്ട. ഞാൻ പണിക്കരെ ഒന്ന് വിളിക്കട്ടെ. പണിക്കര് പറയും. അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടരുത്. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാ മതി. നാളെ ഒരിക്കൽ ഈ കുഞ്ഞിനെ വെച്ച് അവള് പകരം വീട്ടാൻ ഇറങ്ങില്ലെന്ന് ആര് കണ്ടു? ഇവന്റേതല്ലാത്ത കുഞ്ഞിനെ ഇവന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിച്ച ദുഷ്ടത്തി അവള്. അതുകൊണ്ട് മറക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി. ഇറ്റ്സ് ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്, റിലാക്സ്. ഓക്കെ, അപ്പോ ഞാൻ പണിക്കരെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഓക്കെ. ഒരു പകല് മുഴുവൻ കുഞ്ഞിനെ കാണാതിരുന്നപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു. അതിനേക്കാൾ എത്രയോ വലുതായിരിക്കും മീരയുടെ ദുഃഖം. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല കുറ്റക്കാരൻ. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, അപകടം. എനിക്കോ അവൾക്കോ ആർക്കും തടയാൻ കഴിയുമായിരുന്നില്ല അത്. താൻ വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ആന്റിമ പറഞ്ഞ പോലെ എല്ലാം ഈശ്വര നിശ്ചയമെന്ന് കരുതി സമാധാനിക്കാം. ഇനി നമുക്കിടയിൽ മീരയില്ല. നമുക്കിടയിൽ നമ്മൾ മാത്രം. ഞാനും താനും നമ്മുടെ മോനും മാത്രം. ഓ പിന്നെ അവളിങ്ങോട്ട് വരട്ടെ. പകരം വീട്ടാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ആഘോഷനായത്. അതവള് ചിന്തിക്കില്ലല്ലോ. ദേഷ്യം മുഴുവൻ എന്നോടാവും. അല്ലെങ്കിൽ തന്നെ നമ്മളോട് അവൾക്ക് പകയാം. ഇതും കൂടി ആയപ്പോ തികഞ്ഞു.
ഒരുവിധം സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്നതാ ഞങ്ങളുടെ ജീവിതം. അതിനിടയില ഇപ്പോ. നീ വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. മീര അനങ്ങില്ല. നിനക്കെല്ലാം നിസാര. എന്തെങ്കിലും സംഭവിച്ച നഷ്ടപ്പെടാൻ പോകുന്നത് എനിക്കല്ലേ. ഓ, നീ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? നല്ലതാ. ഇന്നത്തെ കാലത്ത് ഒരല്പം സ്വാർത്ഥത വേണം, എന്നാലേ രക്ഷപ്പെടൂ. അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. അരുണേ, നിന്നെക്കാളും ലോകപരിചയമുള്ളവളാ ഞാൻ. അതുകൊണ്ട് വിശദീകരണം വേണ്ട. നിന്റെ പേടിയുടെ കാരണം അതെനിക്ക് ഊഹിക്കാം. നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അത് ശരിയുമാണ്. എല്ലാം നഷ്ടപ്പെട്ടവളാ ഇപ്പം മീര. എന്തിനാണോ അവളിവിടെ വന്നത് അതൊന്നും സാധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ നിരാശ കാണും, ദേഷ്യവും. എന്ന് കരുതി അതിന്റെ എല്ലാം കാരണം നീയാണെന്ന് വിചാരിച്ച് മെക്കിട്ട് കയറാൻ വന്ന വിട്ടുകൊടുക്കാൻ പറ്റുമോ? തിരിച്ചടിക്കും. പക്ഷേ അതവള് റിയാക്ട് ചെയ്താലേ പറ്റൂ. അതിനു മുൻപ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പും എടുക്കാൻ പറ്റില്ല, പാടില്ല. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും ആലോചിക്കാതെ എന്റെ മോള് വീട്ടിലേക്ക് തിരിച്ചു പോകും. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഡോർ ഓപ്പൺ ആണ്, കേറി വന്നോളൂ. നീയായിരുന്നോ? കാണാൻ ആഗ്രഹിച്ചെങ്കിലും ഇവിടെ ഇങ്ങനെ നേരിട്ട് വന്ന് കേറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കേറി വാ. എന്തിനാണാവോ ഈ എഴുന്നള്ളത്ത്? നിന്നെ ഒന്ന് ഗുണദോഷിക്കും. ഇനി മേലാൽ എന്നെയോ എന്റെ കുടുംബത്തെയോ ശല്യം ചെയ്യരുതെന്ന് ആവശ്യപ്പെടാൻ. നിർത്ത്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ആജ്ഞാപിക്കുന്നോ? നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, പക്ക ക്രിമിനലായ JP. അയാൾ ഇല്ലാതാക്കിയത് ഒന്നല്ല, 2 ജീവനുകളെയാ. ഒന്ന് എന്റെ അച്ഛൻ, രണ്ടാമത്തേത് എന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞ്. സ്വന്തം പ്രവൃത്തി ദോഷം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കിച്ച് തരാനും കൂടി വേണ്ടിയാ ഞാൻ വന്നത്. മീര, ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ കളയണം. നിനക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, അതിന്റെ ആഴം, വലിപ്പം അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പരിഹാരമില്ലാത്ത നഷ്ടങ്ങൾ തന്നെയാ നിനക്ക് സംഭവിച്ചത്. പക്ഷെ അതിന് നീ കണ്ടെത്തുന്ന കാരണം എന്റെ ഭർത്താവിനെ മാത്രം മുന്നം വെക്കുന്ന നിന്റെ മാനസികാവസ്ഥ അത് ശരിയല്ല. അത് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും. നശിച്ചോട്ടെ, എല്ലാം നശിച്ചോട്ടെ. പക്ഷെ അതിനു മുമ്പ് നശിപ്പിച്ചിരിക്കും എന്നെ ഈ അവസ്ഥയിലെത്തിച്ച എല്ലാവരെയും. JPയെ മാത്രമല്ല, നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഞാൻ കൊല്ലും. എനിക്ക് കിട്ടാതെ പോയത് നിനക്കും വേണ്ട. അത് നിന്റെ വ്യാമോഹം മാത്രമാണ് മീര. ഒരിക്കലും നടക്കാൻ ഇടയില്ലാത്ത, നടക്കാൻ പാടില്ലാത്ത വ്യാമോഹം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് സൗഹാർദ്ദത്തിന്റെ ഭാഷയിലാ. അങ്ങനെ അല്ലാതെ സംസാരിക്കാനും എനിക്കറിയാം. നീ എന്താ കരുതിയത്? എന്റെ ഏട്ടനെ കൊല്ലാന്നോ? നീ വിചാരിച്ചാലൊന്നും ഞങ്ങളുടെ JPയുടെ ഒരു ചെറു രോമത്തെ പോലും തൊടാൻ കഴിയില്ല. പിന്നല്ലേ ഞാനും എന്റെ കുഞ്ഞും.